നീണ്ട 41 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ബഹിരാകാശത്ത് വീണ്ടും എത്തുകയാണ്. ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള എൻ്റെ യാത്രയുടെ തുടക്കം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളുടെ തുടക്കം കൂടിയാണ്. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ച ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ലയുടെ വാക്കുകളാണിത്. ഇന്നുച്ചയ്ക്ക് 12:01 നാസയുടെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ 4 സംഘവുമായി ദൗത്യം വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമെന്ന എക്കാലത്തെയും സ്വപ്നത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായാണ് ആക്സിയം 4 ദൗത്യത്തിനൊപ്പം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ അരങ്ങേറ്റവും എടുത്തു കാണിക്കുന്നതാണ് ശുഭാൻശുവിന്റെ യാത്ര. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയതിനു ശേഷം രണ്ടാമതായി പോകുന്ന ഇന്ത്യക്കാരനായിരിക്കും ശുഭാൻശു. മാത്രമല്ല, ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും ശുഭാൻശു തന്നെ. ആക്സിയം സ്പേസ് എന്ന സ്വകാര്യ കമ്പനി നടത്തുന്ന ബഹിരാകാശ നിലയത്തിലേക്കുള്ള 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രയെ വളരെ ആകാംക്ഷയോടെയായിരുന്നു ഇന്ത്യക്കാർ ഉറ്റുനോക്കിയത്. ഇതിന് കാരണം ശുഭാൻശു തന്നെയാണ്. നാസ, സ്പേസ് ISRO, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവരുമായി സഹകരിച്ചാണ് ആക്സിയം സ്പേസ് സർക്കാർ പിന്തുണയോടെ ആക്സ് 4 ദൗത്യം നടത്തുന്നത്. ആക്സിയം 4 ദൗത്യത്തിന്റെ ലോഞ്ച് വിജയകരമായി പൂർത്തിയാക്കാനായതോടെ ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷകൾക്ക് ചിറകുവിരിക്കുകയാണ് ശുഭാൻശു. ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളുടെ തുടക്കമാണ് ആക്സിയം 4 ദൗത്യമെന്നാണ് ശുഭാൻശു ശുക്ല വിക്ഷേപണത്തിനിടെ ഇന്ത്യക്കാരോടായി പറഞ്ഞത്. ജൂൺ 26 വൈകുന്നേരം 4:30 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. സംഘം 14 ദിവസമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ